عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബില്ലല്ലാഹ്. നോക്കേണ്ടത് നോക്കുക, കാണേണ്ടത് കാണുക. നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ആഴം നാം ചിന്തിക്കാറുണ്ടോ? കണ്ണിൻ്റെ കാഴ്ച പോകുമ്പോഴാണല്ലോ കണ്ണിൻ്റെ വില അറിയുന്നത്. നാം കാഴ്ചയില്ലാത്ത ചില സഹോദരങ്ങൾ കുണ്ടും കുഴിയും വഴിയും അറിയാതെ ചമച്ച് വടികുത്തിയോ മറ്റുള്ളവരുടെ കരങ്ങൾ ആസ്പദമാക്കിയോ നടന്നു പോകുമ്പോൾ ഒരു വേള നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ കാഴ്ചയുടെ അനുഗ്രഹ സൗന്ദര്യം? നമ്മുടെ മുഖത്ത് എത്ര മനോഹരമായിട്ടാണ് ജഗന്യന്താവായ അള്ളാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. എന്നിട്ടോ അത് പടച്ചവൻ്റെ അനുഗ്രഹം. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും വളരെ വിശാലമായി ആഴത്തിൽ ചിന്തിക്കണം. എല്ലാ അവയവങ്ങളുടെയും സുതാര്യതയും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ ചിന്താർഹം തന്നെയാണ്. ഇങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങളും സൃഷ്ടിപ്പിൻ്റെ വൈഭവവും വേണ്ട പോലെ ഗ്രഹിച്ചാൽ അവർക്ക് ഇലാഹിനെ നിഷേധിക്കാൻ പോലും സാധ്യമല്ല എന്നല്ലേ ചരിത്ര വസ്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ കാഴ്ച എന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം, അതിനെ പടച്ചവനക്ക് പൊരുത്തമില്ലാത്ത നിഷിദ്ധങ്ങളിലേക്കാകാതെ നന്മയുടെ മാർഗങ്ങളിലേക്ക്, മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ കഴിയണം. തത്വജ്ഞാനികൾ ചിലരുടെ വാക്ക് അൽ ഖൽബു മിസ്ല ബൈത്തിൻ ലഹു സിത്തത്തു അബ്വാബിൻ. ഹൃദയം ഒരു വീട് പോലെയാണ്, അതിന് 6 കവാടങ്ങളുണ്ട്. എന്നിട്ട് ഇത് വിശദീകരിച്ച കൂട്ടത്തിൽ കാണാൻ വല്ല അബ്വാബു, ഈ കവാടങ്ങൾ അൽ ഐനാൻ 2 കണ്ണുകളാണ്, ലിസാൻ നാവാണ്, സമഉ കേൾവിയാണ്, വൽബസറു കാഴ്ചയാണ്, വൽയദാൻ 2 കരങ്ങളാണ്, വൽരിജ്ലാൻ 2 കാലുകളാണ്. മത്തം തഫ്തഹ ബാബും മിൻ ഹാദിൽ അബ്വാബി ബിഗൈരി ഇൽമിൻ. വിജ്ഞാനമില്ലാതെയോ ചിന്തിക്കാതെയോ ഏതെങ്കിലും ഒരു വാതിലങ്ങൾ തുറന്നു പോയാൽ ദാഅൽ ബൈത്തു, പിന്നെ വീടിൻ്റെ കാര്യം അവതാളത്തിലാവും. അപ്പോൾ ശ്രദ്ധിക്കണം, നാം സൂചിപ്പിച്ചത് കാഴ്ചയുടെയും കണ്ണിൻ്റെയും മനോഹാരിതയാണല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന നദറ സഹ്മും മിൻ സിഹാമി ഇബ്ലീസ് മസ്മൂമും. ഇബ്ലീസിൻ്റെ, ശൈത്താൻ്റെ അമ്പുകൾ വിഷം പുരട്ടിയ അമ്പാണ് നോട്ടം എന്ന് പറയുന്നത്. മൻ തറക്കഹു മഹാഫത്തി. എന്നിട്ട് അള്ളാഹുവിൻ്റെ സന്ദേശം എന്നൊക്കെ പറയാണ്. പടച്ചവൻ സന്ദേശം നൽകുന്നു, എന്നെ പേടിച്ച് ആരെങ്കിലും ആ നോട്ടത്തെ വേണ്ടാധീനത്തിലേക്കുള്ളതിനെ ഒഴിവാക്കിയാൽ അബ്ദൽതുഹു ഈമാനൻ ഹലാവത്തുഹു ഫി ഖൽബിഹി. അവനക്ക് പകരം ഈമാൻ ഞാൻ നൽകും. ആ ഈമാനിൻ്റെ മാധുര്യം അവൻ്റെ ഹൃദയത്തിൽ അവനക്ക് ലഭ്യമാക്കാനും കഴിയും. വിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനമല്ലേ ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. ആ വിശ്വാസികളോടൊന്ന് പറയൂ, യഗ്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകളൊക്കെ അവർ ചിമ്മട്ടെ, വഹ്ഫളൂ ഫുറൂജഹും, ഗുഹ്യഭാഗങ്ങളെ അവർ സൂക്ഷിക്കട്ടെ, ദാലിക അസ്കാലഹും, അവരുടെ പരിശുദ്ധിക്ക് അത് കാരണമായി തീരും. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. നോക്കുന്നവരുമൊക്കെ ആലോചിക്കേണ്ടതാണ്, പടച്ചവൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. വിശ്വാസിനികളായ സ്ത്രീകളോടും ഈ കൽപ്പനയുണ്ടല്ലോ, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. മുഅ്മിനാത്ത് വിശ്വാസികളോട് പറയുക, അവർ കണ്ണുകൾ ചിമ്മട്ടെ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. ഈ സൂക്തത്തിൻ്റെ അവസാനം കുറേയധികം കാര്യങ്ങൾ. അവർക്ക് ആരെയൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, ഇതൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ നാം കുടുംബയോഗങ്ങളിലും കല്യാണങ്ങളിലും ഒക്കെ ഒരു നിയന്ത്രണമില്ലാതെ, അത് നമ്മുടെ കുടുംബത്തിലെ പെണ്ണല്ലേ, അത് കുടുംബത്തിൽ ചെക്കനല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക. എത്രത്തോളം ഇന്ന് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പോലും ആവർത്തിച്ചു കാണുന്നു, സംസാരങ്ങൾ തുടരുന്നു. വരനും വധുവുമൊക്കെ നേരത്തെ തന്നെ കാണുക, വേദിയിൽ പങ്കെടുക്കുക. കടുത്ത ഹറാം, കടുത്ത നിഷിദ്ധമല്ലേ? പടച്ചതമ്പുരാൻ ചെയ്തെന്ന അനുഗ്രഹങ്ങളെ ഇവിടെ തള്ളിപ്പറയാണല്ലോ. പടച്ചതമ്പുരാൻ പറയുന്നു, വഹുവല്ലദീ അൻശഅ ലക്കും അസ്സംഅ വൽ അബ്സാർ. നിങ്ങളുടെ കേൾവി, കാഴ്ച, വൽ അഫ്ഇദ, ചിന്താശക്തിയൊക്കെ ഇതൊക്കെ പടച്ചവനാണ് സംവിധാനിച്ചത്. ഖലീലൻ മാ തശ്കുറൂൻ. പക്ഷേ നിങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുന്നവർ കുറവാണ്. ഈ വിശുദ്ധ ഖുർആന്റെ സൂക്തം നമ്മെ വളരെയധികം ആലോചിക്കണ്ടേ? തീർച്ചയായിട്ടും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൊല്ലു ഐനിൻ ബാക്കിയ യൗമൽ ഖിയാമ, കണ്ണുകളൊക്കെ അന്ത്യനാളിൽ കരയുന്ന ഒരു രംഗമുണ്ട്. ഇല്ല ഐനൻ വല്ലത് അൻ മഹാരിമില്ല, അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ തൊട്ട് ചിമ്മിയ കണ്ണുകൾ, നോക്കാതിരുന്ന കണ്ണുകൾ അതൊഴികെ. വൈനൻ സഹറത്ത് ബി സബീലില്ല, പടച്ചവന്റെ മാർഗത്തിൽ ഉറക്കമൊഴിയേണ്ടി വന്ന കണ്ണുകൾ എന്നൊക്കെ ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ യുദ്ധവേളയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മതപ്രഭാഷണത്തിലാണെങ്കിൽ, ദീനീ പ്രവർത്തനത്തിലാണെങ്കിൽ, ജനസേവന വിഷയത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റുന്ന വിഷയത്തിൽ ഉറക്കമൊഴിയേണ്ടി വന്നാലൊക്കെ ആ കണ്ണ് വെറുതെ ആവില്ല. അതൊക്കെ പടച്ചവന്റെ മാർഗത്തിലുള്ള ഒരു സേവനം തന്നെയാണ്. അതേ സമയത്ത് ചിലപ്പോൾ അബദ്ധത്താലൊക്കെ ഒരു ഹറാമിലേക്കോ നിഷിദ്ധത്തിലേക്കോ നോക്കിയാലോ സംഭവിച്ചു പോയേക്കാം. ജരീർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു മുത്തനെ പറയാണ്, സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നദറത്തിൽ ഫുജാത്ത്, പെട്ടെന്ന് നോക്കി പോകുന്നൊരു നോട്ടം. അപ്പോൾ ഫമറനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, അസ്രിഫ് ബസരി, എൻ്റെ കണ്ണ് വേഗം തിരിക്കണം. അതെ, ആദർശികമോ അബദ്ധത്തിലോ വന്നു ചേരുന്നതാകാം, എന്നാൽ അതിൽ ആസ്വദിക്കാതെ, അതിനുകൊണ്ട് ദൃഷ്ടികളെ തിരിച്ച് ഹറാമ് ഇല്ലാതിരിക്കാൻ പടച്ചവൻ്റെ അനുഗ്രഹത്തെ ഓർത്തും പടച്ചവൻ നാളെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തേക്ക് വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കുക. നാം ഒരു സംഭവം നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഇരിക്കുന്ന ഉമ്മു സലമത്ത് ബീവി പറയുന്നുണ്ടല്ലോ, എന്താണ്, ഞാനും മൈമൂൻ അള്ളാഹുനും അവിടെ ഇരിക്കുകയാണ്. അവിടെ അക്ബർ ഇബ്നു ഉമ്മി മക്തൂം കയറി വന്നു. സഹാബി, കാഴ്ച ഇല്ലല്ലോ. ഫദഖല അലൈഹി വദാലിക ബഅദമാ ഉമിർനാ ബിൽ ഹിജാബ്, ഇത് ഹിജാബ് കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ട ശേഷമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, നിങ്ങൾ ഔമത്തിനെ തൊട്ട് വേഗം അപ്പുറത്തേക്ക് അപ്രത്യക്ഷമായി പോകണം, മാറിപ്പോകണം. ഫഖുൽതു, അപ്പോൾ മുസൽമ ബി പറയാ, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അലൈസ ഹുവ അഅമ, അദ്ദേഹത്തിന് കാഴ്ച ശക്തി ഇല്ലല്ലോ, ലാ യുബ്സിറൂന, ഞങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എന്തിനു മാറണം എന്നർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിച്ചു, അവ അംയാവാനി അൻതുമ, നിങ്ങൾ അന്തരല്ലല്ലോ, നിങ്ങൾക്ക് കണ്ണ് കാണാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങോട്ടും കാണാൻ പാടില്ല, അതുകൊണ്ട് മാറിപ്പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് നമ്മുടെ ഹദീസിൻ്റെയൊക്കെ കിതാബുകൾ വായിക്കാൻ കഴിയുകയാണ്. നാളെ വരാനിരിക്കുന്ന അതിഭീകരമായ ചൂടിൽ നിന്ന്, നരകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ദൃഷ്ടികൾക്ക്, കണ്ണുകൾക്ക് മോചനം കിട്ടണ്ടേ? അപ്പോൾ നാം എന്ത് വേണം? എല്ലാം നമ്മുടെ യാത്രകളിലാണെങ്കിലും, വേദികളിൽ എത്തുമ്പോഴാണെങ്കിലും, എവിടെ ചെല്ലുമ്പോഴും ഞാൻ നോക്കേണ്ടതിനെയാണോ നോക്കുന്നത്, കാണേണ്ടതാണോ കാണുന്നത്? മൊബൈലടക്കം, സോഷ്യൽ മീഡിയ അടക്കം വളരെ ചിന്തിക്കേണ്ടതാണ്. ഹറാമായ കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വരുമ്പോൾ ചവൻ വിലക്കിയത്, മതം വിരോധിച്ചത്, ഇതൊക്കെ കാണുമ്പോഴുമൊക്കെ എൻ്റെ ദൃഷ്ടികൾ, എൻ്റെ കണ്ണുകൾ ഞാൻ എന്തിലേക്ക് നോക്കുന്നു എന്ന വളരെ ചിന്തിച്ചുകൊണ്ട്, നോട്ടങ്ങൾ, കണ്ണുകൾ, കാഴ്ചകൾ ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ ഖാലിക്കായ പടച്ചതമ്പുരാൻ കനിഞ്ഞു നൽകിയ വലിയൊരു ഔദാര്യമാണെന്ന് എന്ന ചിന്തയോടെ ആ നോട്ടം നന്മയിലേക്കാകുമ്പോൾ അത് നേട്ടങ്ങളുണ്ട്, അത് നിഷിദ്ധങ്ങളിലേക്കാകുമ്പോൾ അത് കോട്ടമാണ്. അത് വരാനിരിക്കുന്ന ലോകത്ത് നമുക്കൊരു ഭവിഷ്യത്തായി മാറും. അതുകൊണ്ട് ഈ അനുഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദൃഷ്ടികൾ നന്മയുടെ വഴികളിൽ മാത്രം ചലിപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ്റെ പൊരുത്തം ആസ്വദിച്ച് നമുക്ക് ജീവിക്കാൻ സന്നദ്ധരാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ